താഴോട്ടൊടി ഒടിഞ്ഞ്. ഹലോ, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് നമ്മൾ ചെറിയൊരു അഡ്വഞ്ചറസ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലെ പ്രശ്നക്കാരനാണ്. ഞണ്ട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൻ്റെ കാല് പൊട്ടിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു യുദ്ധം പോലത്തെ പരിപാടിയാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ പെരുമ്പടന്ന മാർക്കറ്റിൽ പോയിട്ട് ലൈവ് ഞണ്ട് മേടിച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ, കാണിച്ചേ. ഞാൻ കാണിച്ചു കൊടുക്കുന്ന കാണിക്ക്. നല്ല പെടക്കണ ഞണ്ട്. താഴെ പോകാനൊക്കെ നമുക്ക് ഇപ്പോൾ റെഡിയാക്കാം. നല്ല ജീവനുള്ള ഞണ്ടാണ് കേട്ടോ. കണ്ടില്ലേ ഓടണത്? അപ്പം ഈ ഞണ്ടിൻ്റെ കാലൊടിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കത്തിക്കൊക്കെ അടിച്ചൊടിക്കണത്. ഈ കടൽ ഷെല്ലുള്ള ജീവികളുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സത്താണ്, അതിൻ്റെ ചാറ്. അപ്പോൾ നമ്മൾ കത്തിക്ക് കാലൊക്കെ അടിച്ചൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ നീര് പോകും ഓൾറെഡി അടപ്പത്ത് കയറ്റുന്നതിന് മുമ്പ്. അപ്പോൾ ഏറ്റവും ഐഡിയലായിട്ടും മിനിമലായിട്ടും നമുക്ക് ഇതിൻ്റെ ചാറ് കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. പെട്ടെന്ന് നോക്കിയോ, നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഞണ്ട് ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കും വരിക. നോക്ക്, രണ്ട് കാലും കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കെട്ടഴിക്കാതെ ഈ കെട്ടഴിക്കാതെ നമുക്ക് ഇതിൻ്റെ കാലെങ്ങനെ ഒടിക്കുന്നതാണ് ഞാൻ കാണിക്കണേ. ഞണ്ടിനെ എപ്പോഴും പിടിക്കുന്നത് പുറകിൽ നിന്നാണ്. കണ്ടോ, ഇങ്ങനെ പുറകിലത്തെ കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ പിന്നെ അനങ്ങൂല. കെട്ടിയ ഞണ്ട് നോക്കി ഇതിങ്ങനെ ഇരിക്കും. ഇനി കറക്റ്റായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഞണ്ടിനെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കണം. കണ്ടോ, അപ്പോൾ ഈ രണ്ട് കാലും ലോക്കാണ് കേട്ടോ. രണ്ട് കാലും ലോക്കാണ്. എത്ര വലിയ ഞണ്ടിൻ്റെ അടുത്തും ഈ അഭ്യാസം നിങ്ങൾക്ക് ഇറക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നിട്ട് താഴോട്ട് ഒരു ക്ലിക്ക്. കണ്ട, കത്തിയും വേണ്ട, ഒന്നും വേണ്ട. രണ്ട് കാലും എൻ്റെ കയ്യിലുണ്ട്. മിനിമൽ ഡാമേജാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കൈ കൊണ്ട് എടുക്കാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അവനെ ക്ലീൻ ചെയ്യാം. അടുത്തതിനെ ഇത് ഇച്ചിരി വലുതാണ്, നോക്കി. കണ്ട, നേരെ താഴോട്ട്. ഇത് ഞാൻ അടുത്തത് നോക്കി. രണ്ട് കാലം ഇവിടെ ഇങ്ങനെ പിടിക്കണം. മുള്ളൊക്കെ താഴെ ആയിരിക്കും ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കയറില്ലേ മുള്ള് താഴെ. കണ്ടോ, കാണിച്ചിട്ട് രണ്ട് കാലും പിടിച്ചിട്ട് താഴോട്ട് ഒടിഞ്ഞ്. കണ്ട സംഭവം. അപ്പോൾ കടി കൊള്ളുന്നുള്ള പേടി വേണ്ട. പരിപാടി കഴിഞ്ഞ് സ്മൂത്താണ്. പൊടിച്ച് പീസാക്കി ഒരു പരിപാടി നിങ്ങൾ ചെയ്യണ്ട. ഇങ്ങനെ പിടിക്കുക, ആ കാലിൻ്റെ കെട്ടഴിക്കാതെ തന്നെ താഴോട്ട് രണ്ട് ഒടി കൊടുത്താൽ മതി. പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത പ്രാവശ്യം കേട്ടോ. ഞണ്ട് പോകുന്നുണ്ടടി. ഞണ്ട് മലത്തിട്ടാൽ മതി. നീ കാണിച്ചേ. ഇനി ഞണ്ട് ഓടാതിരിക്കാനാണെങ്കിലേ ഇവനെ പിടിച്ചിട്ടൊന്ന് മലത്തിയിട്ടാൽ മതി, പോകൂല. കണ്ട. അപ്പോൾ ഒന്നുകൂടി ഓർത്തോളോ, കെട്ടിയ ഞണ്ട്, കാല് കെട്ടിയ ഞണ്ടിൻ്റെ രണ്ടാം പരിപാടി ചെയ്യാവും. അല്ലെന്നുണ്ടെങ്കിൽ നല്ല കടി കടിക്കും, നല്ല ഡാമേജ് ഉണ്ടാവും. സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരും ഞണ്ട് കടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചോ, കെട്ടിയ ഞണ്ടിനെ നമുക്ക് കാലിങ്ങനെ ഓടിക്കാം. എളുപ്പം പരിപാടിയാണ്. കത്തിയും വേണ്ട, ഒന്നും വേണ്ട.